Hi my dear students, today we are going to discuss the new topic of electroanalytical methods. In the last video we have discussed about amperometry and biamperometry. Now we are going to discuss coulometry. So what is coulometry? A coulometry method of analysis are based on the measurement of quantity of electricity that passed through a solution in an electrochemical reaction. It is mainly based on the measurement of quantity of electricity. The sample which is to be determined undergoes a reaction at electrode which is measured at the electrode. അതായത് കൂളോമെട്രിയിൽ എന്താ മെഷർ ചെയ്യുന്നത്? ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനാണ് ഒരു സൊല്യൂഷനിൽ നടക്കുന്നത്. അപ്പോൾ ആ സൊല്യൂഷനിൽ ഈ റിയാക്ഷൻ നടത്താൻ എത്ര ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലൂടെ എത്ര ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് നമ്മൾ കൂളോമെട്രിയിൽ ചെയ്യുന്നത്. പിന്നെ ഏത് സാമ്പിളിൻ്റെ ആണോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ആ സാമ്പിളിൻ്റെ റിയാക്ഷനായിരിക്കും ഇലക്ട്രോഡിൽ നടക്കുക. ദെൻ റിയാക്ഷൻ്റെ കംപ്ലീഷൻ, ദാറ്റ് ഈസ് ദ കംപ്ലീഷൻ ഓഫ് റിയാക്ഷൻ ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ഡിക്രീസ് ഇൻ ദ കറണ്ട് ടു സീറോ ആൻഡ് ദിസ് ഇസ് മെഷേർഡ് ബൈ ദ കൂളോമീറ്റർ. അതായത് ഒരു കൂളോമെട്രി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനാണ് ഒരു സൊല്യൂഷനിലൂടെ നടക്കുന്നത്. അപ്പോൾ ആ സൊല്യൂഷനിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ ഏത് സാമ്പിളിൻ്റെയാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്, ആ സാമ്പിളിലെ റിയാക്ഷൻ ആയിരിക്കും നമ്മൾ ഇലക്ട്രോഡിൽ വെച്ച് നടത്തുക. ദെൻ എൻഡ് പോയിൻറ്റിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കറൻറ്റിൻ്റെ അമൗണ്ട് ഒന്നുമില്ലെങ്കിൽ നല്ലോണം കുറയും, അല്ലെങ്കിൽ ഇറ്റ് ഗെറ്റ് ഡിക്രീസസ് ടു സീറോ ആൻഡ് ദിസ് ഇസ് മെഷേർഡ് ബൈ കൂളോമീറ്റർ. Then coulometry is an analytical method for measuring an unknown concentration of an analyte in solution by completely converting the analyte from one oxidation state to another. It requires no chemical standards or calibration. It is therefore valuable for making absolute concentration determinations of standards. Coulometry uses a constant current source to deliver a measured amount of charge. 1 mole of electrons is equal to 96,485 coulombs of charge and is called a Faraday. Due to concentration polarization, it is very difficult to completely oxidize or reduce a chemical species at an electrode. Coulometry is therefore usually done with an intermediate reagent that quantitatively reacts with the analyte. The intermediate reagent is electrochemically generated from an excess of precursor so that concentration polarization does not occur. An example is the electrochemical oxidation of iodine, which is the precursor to I2, which is the intermediate reagent. Here I2 can then be used to chemically oxidize organic species such as ascorbic acid. കുറച്ച് ഫീച്ചേഴ്സ് ഓഫ് കൂളോമെട്രിയുടെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനാണ് കണ്ടത്. നമ്മുടെ കൂളോമെട്രിയുടെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. കൂളോമെട്രിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു കറൻറ്റാണ് മെഷർ ചെയ്യുന്നത്. ഈ മെഷർ ചെയ്യുന്ന കറൻറ്റ് അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷനായിട്ട് പ്രൊപ്പോർഷണലാണ്. സോ ദിസ് മെത്തേഡ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, സൊല്യൂഷനിൽ ഒരു അനലൈറ്റിൻ്റെ അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ദ അനലൈറ്റ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, അതിലുള്ള അനലൈറ്റിനെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, എന്നിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡിന് നമുക്കൊരു കെമിക്കൽ സ്റ്റാൻഡേർഡോ കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിത് പറ്റും. അതുകൊണ്ട് ഈ മെത്തേഡ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, ചില സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഈ മെത്തേഡിൽ ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് ഒരു കറക്റ്റ് മെഷേർഡ് എമൗണ്ട് ഓഫ് ചാർജും ഇതിന് ഡെലിവർ ചെയ്യും. 1 mole ഓഫ് ഇലക്ട്രോൺസിൽ 96,485 coulombs ഓഫ് ചാർജാണ് ഉള്ളത്, വിച്ച് ഈസ് കോൾഡ് ഫാരഡേ. ഇനി ഇവിടെ കോൺസെൻട്രേഷൻ പോളറൈസേഷൻ ഉണ്ടാവും. ഈ കോൺസെൻട്രേഷൻ ചേഞ്ച് കാരണം വരും. ഈ കോൺസെൻട്രേഷൻ പോളറൈസേഷൻ കാരണം നമുക്കൊരു അനലൈറ്റ്, ഒരു കെമിക്കൽ സ്പീഷീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാനോ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാനോ
ഒരു ഇലക്ട്രോഡ് നമുക്കതിനെ കംപ്ലീറ്റ് ഓക്സിഡൈസ് ചെയ്യാനോ റിഡ്യൂസ് ചെയ്യാനോ പറ്റില്ല ഡ്യൂ ടു കോൺസെൻട്രേഷൻ പോളറൈസേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻ്റർമീഡിയറ്റ് റിയേജൻറ്റ് യൂസ് ചെയ്യും. ഈ ഇൻ്റർമീഡിയറ്റ് റിയേജൻറ്റ് അനലൈറ്റായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ പോളിമറൈസേഷൻ നടക്കില്ല. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് റിയേജൻറ്റ് നമ്മൾ പുതുതായി ആഡ് ചെയ്യുന്നതല്ല, അത് ആ സൊല്യൂഷനിൽ തന്നെ ഒരു എക്സസൈസ് കിടക്കുന്ന എന്നാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് റിയേജൻറ്റായി യൂസ് ചെയ്യുക. ദിസ് കോൾഡ് എ പ്രിക്കേഴ്സർ. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കോൺസെൻട്രേഷൻ പോളറൈസേഷൻ ഇവിടെ നടക്കില്ല. അതൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അയഡിൻ, ഓക്സിഡേഷൻ ഓഫ് അയഡിൻ ആണ് നടക്കുന്നത്. സോ അയഡിനാണ് ഇവിടുത്തെ പ്രിക്കേഴ്സർ. I2 ആണ് ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് റിയേജൻറ്റ്. ഈ I2 യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ഓർഗാനിക് സ്പീഷീസിനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും, സച്ച് ആസ് അസ്കോർബിക് ആസിഡ്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കൂളോമെട്രിയിൽ നമ്മൾ ഒരു അനലൈറ്റിന് അൺനോൺ കോൺസെൻട്രേഷനാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബൈ കൺവേർട്ടിംഗ് ദ അനലൈറ്റ് ഫ്രം വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ടു അനദർ. നമുക്ക് സ്റ്റാൻഡേർഡ് ആവശ്യമില്ല. കോൺസെൻട്രേഷൻ ഡിറ്റർമിനേഷനൊക്കെ ഈ മെത്തേഡ് നമുക്ക് ആബ്സൊല്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കോൺസെൻട്രേഷൻ പോളറൈസേഷൻ ഉള്ളതുകൊണ്ട് ഒരു ഇലക്ട്രോഡിൽ നമുക്കൊരു കെമിക്കൽ സ്പീഷീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാനോ റിഡ്യൂസ് ചെയ്യാനോ പറ്റില്ല. സോ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് റിയേജൻറ്റ് യൂസ് ചെയ്യും, വിച്ച് ഈസ് ജനറേറ്റഡ് ഫ്രം an excess of precursor in the solution. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ പോളറൈസേഷൻ നടക്കില്ല. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇതിലെ എൻഡ് പോയിൻ്റ് എങ്ങനെയാണ്? ദ പോയിൻ്റ് അറ്റ് വിച്ച് ഓൾ ഓഫ് ദ അനലൈറ്റ് ഹാസ് ബീൻ കൺവേർട്ടഡ് ടു ദ ന്യൂ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് കോൾഡ് ദ എൻഡ് പോയിൻ്റ് ആൻഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സം ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. അതായത് ഏത് പോയിൻറ്റിലാണോ ഈ സൊല്യൂഷനിലുള്ള എല്ലാ അനലൈറ്റും പുതിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറിയത്, ആ പോയിൻറ്റിനെയാണ് നമ്മൾ എൻഡ് പോയിൻ്റ് എന്ന് പറയുക. ആൻഡ് this endpoint is determined by indicators which is present in the solution itself. For example, the coulometric titration of ascorbic acid നമ്മൾ സ്റ്റാർച്ചാണ് ഇൻഡിക്കേറ്ററായി യൂസ് ചെയ്യുന്നത്. എൻഡ് പോയിൻറ്റിൽ എന്താ? I2 ആ സൊല്യൂഷനിൽ തന്നെ റിമൈൻ ചെയ്തിട്ടുണ്ടാകും. ഈ I2 സ്റ്റാർച്ചുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഡാർക്ക് കോംപ്ലക്സ് ഫോം ചെയ്തത്. സോ എൻഡ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ വെൻ ഓൾ ദ അനലൈറ്റ് ഹാസ് കൺവേർട്ടഡ് ടു ന്യൂ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതിനാണ് നമ്മൾ എൻഡ് പോയിൻ്റ് എന്ന് പറയുക. Determined by indicator is not which is present in the solution. Next, principle of coulometry. The main principle involved in the coulometry is measurement of quantity of electricity which is directly proportional to the chemical reaction at the electrode. This is given by Faraday law. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? കൂളോമെട്രീൻ്റെ എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ളത് മെഷർ ചെയ്യുക. ആ ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് എന്തിനോട് പ്രൊപ്പോർഷണലാണ്? ആ ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷന് പ്രൊപ്പോർഷണലാണ്. വിച്ച് ഈസ് ഗിവൺ ബൈ ഫാരഡേ ഇക്വേഷൻ വർ Q ഈസ് ഈക്വൽ ടു NF ഇൻറ്റു NA. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ മോൾ ഓഫ് അനലൈറ്റ്, F ഈസ് എ ഫാരഡേസ് കോൺസ്റ്റൻറ്റ്, NA ഈസ് ദി മോൾസ് ഓഫ് അനലൈറ്റ്. ദെൻ classification of coulometric methods. We can classify the coulometric methods into two, which is constant current coulometry, which is also known as amperostatic coulometry, and controlled potential coulometry, which is potentiostatic coulometry. And amperostatic coulometry can be classified into two, primary and secondary coulometric analysis, and potentiostatic coulometry can be classified as primary coulometric analysis or coulometric titration. Then secondary coulometric analysis can be classified into external generation analysis and internal generation analysis. First one, controlled potential coulometry or potentiostatic coulometry. The working electrode will be kept at a constant potential that analytes quantitative reduction or oxidation occurs without simultaneously reducing or oxidizing other species in the solution. The current flowing through the cell is proportional to the analyte's concentration. As the reactants are consumed, the current decreases. When the reaction is complete, the current is negligible. The quantity of electricity is usually measured with an electronic integrator. അപ്പോൾ കൺട്രോൾഡ് പൊട്ടൻഷ്യൽ കൂളോമെട്രി, ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പൊട്ടൻഷ്യലാണ് ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റായി വെക്കുന്നത്. സോ ഇവിടെ വർക്കിംഗ് ഇലക്ട്രോഡ് നമ്മൾ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അനലൈറ്റിൽ എന്ത് സംഭവിക്കും? റിഡക്ഷൻ ഓർ ഓക്സിഡേഷൻ സംഭവിക്കും. ഇതിൻ്റെ ഈ റിഡക്ഷൻ ഓക്സിഡേഷൻ കാരണം സൊല്യൂഷനിലെ മറ്റ് സ്പീഷീസിനൊന്നും ഓക്സിഡേഷനോ റിഡക്സിയോ ഒന്നും സംഭവിക്കില്ല. ആ പെർട്ടിക്കുലർ അനലൈറ്റിന് മാത്രമേ റിഡക്ഷൻ ഓക്സിഡേഷൻ സംഭവിക്കുള്ളൂ. ബിക്കോസ് വി ആർ കീപ്പിംഗ് ദ പൊട്ടൻഷ്യൽ അറ്റ് കോൺസ്റ്റൻറ്റ്. ദെൻ ഈ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലാണ്. ദെൻ ടൈമിനനുസരിച്ച്
കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് അപ്പോൾ എന്ത് ചെയ്യും, റിയാക്റ്റൻസ് ടൈമിനനുസരിച്ച് റിയാക്റ്റൻ ഗെറ്റ്സ് കൺസ്യൂം, അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് കുറയും. ആൻഡ് എൻഡ് പോയിന്റിൽ കറണ്ട് നെഗ്ലിജിബിൾ ആവും. ആൻഡ് ഇലക്ട്രിസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഇലക്ട്രോണിക് ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്തിട്ടാണ്. Then an electrochemical technique. Potentiostatic coulometry is an electrochemical technique where the total coulombs of electricity required to complete an electrochemical reaction is measured while the potential of working electrode is held at a constant value. അതായത് പൊട്ടൻഷ്യോസ്റ്റാറ്റിക് കൂളോമെട്രി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എൻ ഇലക്ട്രോകെമിക്കൽ ടെക്നിക്. അവിടെ എന്താണ്, ഈ ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര കൂളംബ് ഓഫ് ഇലക്ട്രിസിറ്റിയാണോ വേണ്ടത് അത്രയും നമ്മൾ ഇതിൽ മെഷർ ചെയ്യാണ്. എത്ര ഇലക്ട്രിസിറ്റി ഇതിന് വേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാണ് ബൈ കെപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് വർക്കിംഗ് ഇലക്ട്രോഡ് ആസ് കോൺസ്റ്റൻറ്റ്. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു കറണ്ട് ടൈമിനനുസരിച്ച് കറണ്ട് കുറഞ്ഞു വരികയാണ്. റിസൾട്ടിംഗ് കറണ്ട് വേഴ്സസ് ടൈം പ്രൊഫൈൽ ഫോർ കൺട്രോൾ പൊട്ടൻഷ്യൽ കൂളോമെട്രി ഈസ് ഷോൺ ആൻഡ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദ ഏരിയ വി ഗെറ്റ് ദ ടോട്ടൽ ചാർജ്. അപ്പോൾ കറണ്ട് വേഴ്സസ് ടൈം ഗ്രാഫാണ്. ടൈമിനനുസരിച്ച് കറണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏരിയനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ Q is equal to 0 to TE വെച്ച് നമുക്കതിന് I/t ചെയ്താൽ, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, കറണ്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. ദെൻ current decreases over time and as a result rate of electrolysis becomes slower and complete electrolysis requires a long time. അതായത് ഇത് മൊത്തം കഴിയാൻ കുറച്ച് ടൈം എടുക്കും. ദെൻ ഫാക്ടേഴ്സ് affecting the analysis time is volume of the electrochemical cell, electrode surface area, stirring rate. Next one is controlled current coulometry or amperostatic coulometry. Here the current is kept constant until an indicator signals completion of an analytical reaction. The quantity of the charge required to attain the end point is calculated and magnitude of current and time. Controlled current coulometry is also known as amperostatic coulometry or coulometric titrimetry. When called coulometric titration, electron serves as a titrant. An example is the titration of halides by silver ions produced at silver anode. The current in a coulometric titration is carefully maintained at constant and accurately known level by means of an amperostat. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടൻഷ്യോസ്റ്റാറ്റിക് കൂളോമെട്രി നമ്മൾ എന്താ നോക്കിയത്, അവിടെ പൊട്ടൻഷ്യലാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചത്, ഇവിടെ കറണ്ടാണ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നത്. ഇനി ഇവിടെ എൻഡ് പോയിൻ്റ് അറ്റൈൻ ചെയ്യാൻ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് ചാർജ് വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ കറൻറ്റും കറൻറ്റിനെയും ടൈമിനെയും മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര ചാർജ് വേണമെന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഈ കൺട്രോൾഡ് കറൻറ്റ് കൂളോമെട്രീനെ ആംപെറോസ്റ്റാറ്റിക് കൂളോമെട്രി എന്നും പറയാം, കൂളോമെട്രിക് ടൈട്രിമെട്രി എന്നും പറയാം. അപ്പോൾ ഈ കൂളോമെട്രിക് ടൈട്രേഷൻ ആവുന്ന കേസിൽ ഇലക്ട്രോൺസ് ആണ് ടൈട്രൻ്റായി ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഈസ് ടൈട്രേഷൻ ഓഫ് ഹാലൈറ്റ്സ് ബൈ സിൽവർ അയോൺസ്. ദെൻ കറൻറ്റ് നമ്മൾ കോൺസ്റ്റൻ്റായി വെക്കുന്നു എന്ന് പറഞ്ഞു by the means of an amperostat. Here the titration use a constant current system to quantify the concentration of species. Constant current യൂസ് ചെയ്തിട്ടാണ് ഒരു സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ മെഷർ ചെയ്യുന്നത്. Then current is applied to the unknown solution until all of the unknown species is either oxidized or reduced to a new state at which the potential shifts dramatically. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അൺനോൺ സൊല്യൂഷനിലേക്ക് നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലുള്ള അൺനോൺ സ്പീഷീസ് ഉൾപ്പെടെ എല്ലാം ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യും അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തൊരു ന്യൂ സ്റ്റേറ്റിലേക്ക് എത്തും. ഈ ന്യൂ സ്റ്റേറ്റിലേക്ക് എത്തിയ ഈ പോയിന്റിലാണ് വർക്കിംഗ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലിൽ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണപ്പെടുന്നത്. കറണ്ട് വേഴ്സസ് ടൈം ഗ്രാഫാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ടൈമിനനുസരിച്ച് കറണ്ട് കുറയുന്നില്ല. നമ്മുടെ ഇക്വേഷൻ പ്രകാരം Q is equal to IT. ടോട്ടൽ ചാർജ് കിട്ടാൻ വേണ്ടി നമുക്ക് കറണ്ടിനെയും ടൈമിൻ്റെയും മാഗ്നിറ്റ്യൂഡിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. എൻഡ് പോയിൻറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് ആൻ ഇൻഡിക്കേറ്റർ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സാമ്പിൾ ആൻഡ് സിഗ്നൽസ് വെൻ ദ സിസ്റ്റം റീച്ചസ് ഇക്വിലിബ്രിയം. സാമ്പിളിലുള്ള ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് എൻഡ് പോയിൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. and which is determined through potentiometric or amperometric or conductance measurements. ഇവിടെ analysis time is shorter
because the current does not decrease over time. A typical analysis time for control current coulometry is less than 10 minutes. ഇവിടെ ടൈമിനനുസരിച്ച് കറണ്ട് കുറയുന്നില്ല. അനാലിസിസ് ടൈം അതുകൊണ്ട് കുറവാണ്. മിനിമം ഒന്നിന് നമ്മൾ എടുക്കുന്ന ടൈം ലെസ് ദാൻ 10 മിനിറ്റ്സ് ആണ്. കൺട്രോൾ കറണ്ട് coulometry has two advantages over control potential coulometry. അതെന്തൊക്കെയാണെന്ന് നോക്കാം. First, using a constant current leads to more rapid analysis since the current does not decrease over time, as the typical analysis time for controlled current coulometry is less than 10 minutes as opposed to approximately 30 to 60 minutes for controlled potential coulometry. Second, with a constant current, the total charge is simply the product of current and time. A method for integrating the current time curve therefore is not necessary. അതായത് കൺട്രോൾ കറണ്ട് കൂളോമെട്രിക്കാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്. കാരണം എന്താണ്, അവർ കോൺസ്റ്റൻറ്റ് കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അനാലിസിസ് റാപ്പിഡായി നടത്താം, കാരണം ടൈമിനനുസരിച്ച് കറണ്ട് കുറയുന്നില്ല. കൺട്രോൾഡ് കറണ്ട് കൂളോമെട്രിക്ക് എടുക്കുന്ന ടൈം ലെസ് ദാൻ 10 മിനിറ്റ്സ് ആണ്. വേറസ് ഫോർ കൺട്രോൾ പൊട്ടൻഷ്യൽ കൂളോമെട്രി 30 to 60 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. സെക്കൻഡ്, ടോട്ടൽ നമുക്ക് കോൺസ്റ്റൻറ്റ് കറണ്ടിൽ ടോട്ടൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രൊഡക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് ടൈമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ കറണ്ട് ടൈം കർവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ, കൂളോമെട്രീൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനാണ് പറയുന്നത് കൂളോമീറ്ററിൻ്റെ. ഫസ്റ്റ് വൺ, ഗ്യാസോമെട്രിക് കൂളോമീറ്റേഴ്സ്. Hydrogen oxygen coulometer consists of a glass tube of about 50 cm long and a diameter of 2 cm. Two platinum sheets of about 1.5 square cm are joined with a stout platinum wire serve as electrodes. A gas burette is connected to the electrolysis tube by means of a pressure rubber tube and is capable of moving vertically so as to adjust the pressure of the collected gases to atmospheric pressure before measuring the volumes of gases. A 0.5 molar solution of potassium sulfate is used as the electrolyte. അതായത് ഗ്യാസോമെട്രിക് കൂളോമീറ്ററിൽ എന്താണ്, ഗ്യാസോമെട്രിക് കൂളോമീറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഹൈഡ്രജൻ ഓക്സിജൻ കൂളോമീറ്ററാണ്. ഈ കൂളോമീറ്ററിന് ഒരു 50 സെൻറ്റിമീറ്റർ ലോങ്ങും 2 സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉള്ള ഒരു ഗ്ലാസ് ട്യൂബാണുള്ളത്. 2 പ്ലാറ്റിനം ഷീറ്റ്സ് ഉണ്ട്. ഒരു 1.5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അവരുടെ ദെയർ ഓഫ് 1.5 സ്ക്വയർ സെൻറ്റിമീറ്റർ. രണ്ടും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു പ്ലാറ്റിനം വയർ യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുക. ഇവിടെ നമുക്കൊരു കാലിബ്രേറ്റഡ് ട്യൂബ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് ബ്യൂററ്റ് ഉണ്ട്. ഒരു ഇലക്ട്രോളിസിസ് ട്യൂബായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രഷർ റബ്ബർ യൂസ് ചെയ്തിട്ട്. ഈ ഗ്യാസ് ബ്യൂററ്റ് നമുക്ക് വെർട്ടിക്കലി മൂവ് ചെയ്തിട്ട് പ്രഷറിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് 0.5 മോളാർ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം സൾഫേറ്റ്. നെക്സ്റ്റ് സിൽവർ കൂളോമീറ്റർ. അതൊരു ഗ്രാവിമെട്രിക് കൂളോമീറ്ററിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത മെറ്റലിൻ്റെ എമൗണ്ടും ആനോഡിൽ സ്ട്രിപ്പ് ചെയ്ത ഇട്ട എമൗണ്ട് ഓഫ് മെറ്റൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദെൻ എ സിൽവർ കൂളോമീറ്റർ ഈസ് ഷോൺ ഈസ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി in the cathodic deposition mode or better still in the anodic stripping mode in perchloric acid medium. These silver coulometers more satisfactory in cathodic as well as anodic mode. Then increase in the mass of cathode. Cathode mass increase ഉണ്ട്. അതാണ് നമുക്ക് സിൽവർ എത്ര എമൗണ്ട് ഓഫ് സിൽവർ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നത്. ഫ്രം ദ മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് ദ കൂളം ഇൻവോൾവ് ദ റിയാക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അപ്ലിക്കേഷൻസ്. In organic analysis used for the determination of several metal ions like iron, calcium, etc. It can be used to determine purity of inorganic compound, and it is also used to determine the impurity of inorganic compound. Second one, analysis of radioactive materials. The technique is widely adopted for the determination of uranium and plutonium and thus find extensive use in the nuclear energy field. അതായത് ഈ ടെക്നിക്ക് യുറാനിയം പ്ലൂട്ടോണിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റലിൻ്റെ ഡിറ്റർമിനേഷൻ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ അനാലിസിസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് അനലൈറ്റ്. 0.01 to 1 mg ഓഫ് അനലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മൈക്രോ അനാലിസിസ് വഴി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും വിത്ത് ആൻ അക്യുറസി ഓഫ് ±0.5%. നെക്സ്റ്റ് വൺ ഇലക്ട്രോലൈറ്റിക് ഡിറ്റർമിനേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കൺട്രോൾ പൊട്ടൻഷ്യൽ കൂളോമെട്രി offers new step for the electrolytic determination of organic compounds.
quantitative application can be seen in both inorganic and organic analytes. First one, control potential coulometry. The majority of control potential coulometric analysis involves the determination of inorganic cations and anions, including trace metals and halide ions. It is also used for the quantitative analysis of organic compounds. Example is the reduction of trichloroacetate to dichloroacetate and of dichloroacetate to monochloroacetate. എന്തിനൊക്കെയാണ് നമുക്കിവിടെ അപ്ലിക്കേഷൻ ഉള്ളത്? ഇനോർഗാനിക് കാറ്റയോൺസ്, ആനിയോൺസ്, ഇൻക്ലൂഡിങ് ട്രേസ് മെറ്റൽസിനെയൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓർഗാനിക് കോമ്പൗണ്ട്സ് അനാലിസിസിനും നമുക്ക് പറ്റും. എക്സാമ്പിൾസ് ആണ് കൊടുത്തത്. ദെൻ കൺട്രോൾ കറണ്ട് കൂളോമെട്രി എന്തിനാണ്? ഇറ്റ് ഈസ് എ മോർ അഡാപ്റ്റബിൾ ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക് ദാൻ കൺട്രോൾ പൊട്ടൻഷ്യൽ കൂളോമെട്രി. അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫോർ ആൻ അനലൈറ്റ് ദാറ്റ് ഈസ് നോട്ട് ഈസിലി ഓക്സിഡൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ്, we can complete a coulometric titration by coupling a mediator's oxidation or reduction to an acid-base precipitation or complexation reaction involving the analyte. Advantages and disadvantages. First we discuss advantages. It is easy to be used, cheap and durable. It can be used for the determination of pH of volatile acids. Its disadvantages can only be used within the pH range of 2 to 8, and at lower pH Sb2O3 dissolves, and at higher pH Sp dissolves. It can be used in the presence of oxidizing and reducing agent. So it cannot be used in the presence of oxidizing and reducing agent, and it cannot be used in the presence of complexing agents like tartaric acid because it gives antimony tartaric complex. It cannot be used in the presence of noble metals which will be displaced by antimony. So we have detailedly discussed about coulometry, its introduction, its characteristics, and its different types of coulometry, and its advantages, disadvantages, and its application also. So I hope you all understand the topic well. Thank you.